കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹപാഠികളുടെയും പ്രിയപ്പെട്ട പാട്ടുകാരനും സാമൂഹ്യ സേവനത്തിലൂടെ രക്തദാനവും ഇടുക്കിയിലെ ഇടമലക്കുഴി പോലുള്ള സ്ഥലങ്ങളിൽ കാരുണ്യ പ്രവർത്തനവുമായി പോയിട്ടുള്ളവനും മരണശേഷം സ്വന്തം അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തയ്യാറായവനുമായ ഞങ്ങളുടെ മകനെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി കോളേജിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലായിരുന്നിട്ടും കോളേജ് യൂണിയൻ അനുകൂലപ്പെടുത്തണമെന്ന ബോധപൂർവമായ ഗൂഢാലോചനയിലാണ് ഞങ്ങളുടെ മകനെ കുത്തി കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിലൂടെ എന്തു നേടിയെന്ന് കോൺഗ്രസ് സുധാകര, നിങ്ങളുടെ കോൺഗ്രസ് ചിന്തിക്കണം. കാരണം ഈ കൊലപാതകത്തിന് ശേഷം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ പോലും മത്സരിക്കുവാൻ KYSUവിന്റെ വെട്ടി പോലും ഇല്ലാതെ മുഴുവൻ സീറ്റുകളിലും ചരിത്ര വിജയം നേടിക്കൊണ്ട് SFI ഉന്നത വിജയം നേടിക്കഴിഞ്ഞു. ആ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിന് ആ മക്കൾ എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല. ഇന്ന് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും നടക്കുന്നതും മാധ്യമങ്ങളിലും കേട്ടും കണ്ടും അറിയുന്ന ആ ദാരുണമായ സംഭവങ്ങൾ, നീചവും നിന്ദ്യമായ സംഭവങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന മക്കളെ, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ആ സംഭവങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് SFI എന്ന പ്രസ്ഥാനത്തിന്റെ ആ തൂവെള്ള പതാകയിലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന വചനത്തെ അലങ്കോലപ്പെടുത്തുവാൻ നിങ്ങൾ മുതലരുത്. ഇതിനെതിരെ ലഹരിക്കും മറ്റ് നീചമായ പ്രവൃത്തികൾക്കും, റാഗിംഗ് പോലുള്ള പ്രവൃത്തികൾക്കും നിങ്ങൾ സമരമുഖത്തുണ്ടാകണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ഈ വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വീകരിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും സ്നേഹിതരെല്ലാം നിങ്ങൾ മക്കൾക്കും ഈ സംസ്ഥാന സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും നന്ദിയോട് കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരു അഭിപ്രായം കൂടി കാണിക്കുകയാണ്. എൻ്റെ ദുഃഖസ്മരണ എന്ന കവിത അവസാനം എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത ഇവിടെ ആലപിക്കുവാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു SFIയുടെ സമ്മേളനമായതിൻ്റെ പേരിലാണ്. ഏകദേശം 2.5 വർഷക്കാലത്തോളം മകന്റെ മരണം ഉൾക്കൊള്ളുവാനോ മകൻ ഞങ്ങളോടൊപ്പം ഇല്ലെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഈ കവിത എഴുതുന്നു. ഈ കവിതയുടെ അവസാന 8 വരികൾക്ക് മുൻപ് എഴുതിയ 4 വരികൾ ഒട്ടേക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഒരുപക്ഷെ അതിവിടെ ആവർത്തിച്ചിരിക്കാം. എങ്കിലും ഞാൻ ആ വിവേകത്തിലേക്ക് കടക്കുകയാണ്. സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നല്ല പാട്ടിൻ്റെ സ്വരങ്ങളെ നിങ്ങൾ ക്ഷമിക്കുക, സ്വീകരിക്കുക. ശവം തീനി കഴുകന്മാരാം യൂത്തന്മാർ വട്ടമിട്ടു പറന്നു മകനെ നിൻ ചുറ്റിലും. ശവം തീനി കഴുകന്മാരാം യൂത്തന്മാർ വട്ടമിട്ടു പറന്നു മകനെ നിൻ ചുറ്റിലും. നീ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല ആ കൊലയാളിതൻ കതറിനുള്ളിൽ കൊലക്കത്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സത്യം. നീ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല ആ കൊലയാളിതൻ കതറിനുള്ളിൽ കൊലക്കത്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സത്യം. നിൻ സഹപാഠിതൻ നെഞ്ചിലേക്ക കൊലക്കത്തി കുത്തിയിറക്കാനടുക്കവേ.
നിൻ സഹപാഠിതൻ നെഞ്ചിലേക്ക കൊലക്കത്തി കുത്തിയിറക്കാൻ അടുക്കവേ നീയതു തടയാൻ ശ്രമിക്കവേ കൊലയാളി തൻ കൂട്ടാളികൾ നിൻ ചുറ്റിലും പത്മവ്യൂഹമായി നിലകൊള്ളവേ ഒന്ന് എതിർക്കാനാകാതെ ഒന്ന് തടയാനാകാതെ നിൻ സഹപാഠികൾ കൊലയാളിതൻ കത്തിമുനയ്ക്കു മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കവേ രക്തദാഹിയാം കൊലയാളി നിൻ നെഞ്ചിലേക്ക കൊലക്കത്തി കുത്തിയിറക്കി രക്തദാഹിയാം കൊലയാളി നിൻ നെഞ്ചിലേക്ക കൊലക്കത്തി കുത്തിയിറക്കി കുത്തേറ്റ നിൻ ഹൃദയത്തിൽ നിന്നും ചുടുരക്തം മണ്ണിൽ ചിതറിത്തെറിച്ചു കുത്തേറ്റ നിൻ ഹൃദയത്തിൽ നിന്നും ചുടുരക്തം മണ്ണിൽ ചിതറിത്തെറിച്ചു എട്ടുദിക്കും പൊട്ടുമാറുച്ചത്തിൽ നിൻ സഹപാഠികൾ അലറി വിളിക്കവേ എട്ടുദിക്കും പൊട്ടുമാറുച്ചത്തിൽ നിൻ സഹപാഠികൾ അലറി വിളിക്കവേ അതിൻ ധ്വനികൾ മലമുകളിൽ തട്ടി പ്രതിധ്വനിയായി മുഴങ്ങവേ നിൻ ചലനമറ്റ ദേഹം കണ്ട് കൊലയാളികൾ പരിഹസിച്ചട്ടഹസിക്കവേ നിൻ ചലനമറ്റ ദേഹം കണ്ട് കൊലയാളികൾ പരിഹസിച്ചട്ടഹസിക്കവേ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൻ സഹപാഠികൾ നിശ്ചലരായി നിന്നുപോയി ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൻ സഹപാഠികൾ നിശ്ചലരായി നിന്നുപോയി ഇനി നീയില്ല നിൻ പുഞ്ചിരിയുമില്ല ആരിലും ആനന്ദത്തിൻ ആവേശമാകാൻ നിൻ സ്വരരാഗവുമില്ല ഇനി നീയില്ല നിൻ പുഞ്ചിരിയുമില്ല ആരിലും ആനന്ദത്തിൻ ആവേശമാകാൻ നിൻ സ്വരരാഗവുമില്ല മകനെ നിനക്കായെന്നിൽ ഇനിയില്ലൊരു വരികളും കവിതയായി എൻ മനസ്സിൽ മകനെ നിനക്കായെന്നിൽ ഇനിയില്ലൊരു വരികളും കവിതയായി എൻ മനസ്സിൽ വേദനിക്കും നിന്നോർമകൾക്ക് അന്ത്യം ആകാനും ഹൃദയം നിശ്ചലം ആയെങ്കിലെന്ന ആശ മാത്രം വേദനിക്കും നിന്നോർമകൾക്ക് അന്ത്യമാകാനും ഹൃദയം നിശ്ചലം ആയെങ്കിൽ